മലയാളത്തിലെ എമ്പുരാൻ വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എമ്പുരാൻ്റെ വിവാദം എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കുറച്ചും കൂടി ഹൈപ്പ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് 17 സീനുകൾ കട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നാളെ മുതൽ 17 സീനുകൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള സിനിമയാണ് വരിക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് പിന്നെയും ആദ്യത്തെ ദിവസം ഒക്കെ ഉണ്ടായിട്ടുള്ള അതേ ആവേശത്തിൽ പിന്നെയും കട്ട് ചെയ്യുന്നതിന് മുമ്പ് സിനിമ കാണാൻ വേണ്ടി ജനങ്ങളിങ്ങനെ തള്ളിക്കയറുകയാണ്. അപ്പോൾ ഇതൊരു തരത്തിൽ പൊളിറ്റിക്കലായിട്ട് ആലോചിച്ചാൽ, രാഷ്ട്രീയപരമായി ചിന്തിച്ചാൽ ഇതിൽ രാഷ്ട്രീയ ആംഗിളുകളുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപത്തിലൊക്കെ തന്നെ വളരെ ശക്തമായി അതിൻ്റെ സംഘപരിവാറിൻ്റെ അടക്കമുള്ള ആൾക്കാർക്ക് എതിരായിട്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചിത്രീകരണം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും സംഘപരിവാർ ഹാൻഡിലുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം ഇടതുപക്ഷ അതിനുശേഷം സിനിമ കാണുമ്പോൾ നമുക്കറിയാം, ഇടതുപക്ഷത്തിന് കൃത്യമായി കൊട്ടേണ്ട കൊട്ടു കൊടുക്കുക എന്ന് മുരളി ഗോപി ചെയ്യുന്നുണ്ട്. മുരളി ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എഴുത്ത് എപ്പോഴും ഒരു തരം പൊളിറ്റിക്കലാണ്. അദ്ദേഹത്തിന് ആ എഴുത്തുണ്ട്. കോൺഗ്രസിന് അനുകൂലമായി, ഒരു UDF അനുകൂലമായിട്ട് കുറച്ച് സീനുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്നത് പൊളിറ്റിക്കലായ സിനിമ തന്നെയാണ്. ഈ പൊളിറ്റിക്കൽ ആകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് അതിന് പൊളിറ്റിക്സിൻ്റെ ഒരു മുഖം വരുമ്പോഴാണ് വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടാകുന്നത്. ആ രീതിയിൽ പൃഥ്വിരാജിനെതിരെയാണ് വലിയ ആരോപണം ഉണ്ടാകുന്നത്. പൃഥ്വിരാജിനെതിരെയാണ് മുഴുവൻ ക്രൂരമ്പുകളും വരുന്നത്. പൃഥ്വിരാജ് പറ്റിച്ചു എന്ന് വരുന്നത്. മോഹൻലാൽ എപ്പോഴും പാവമായിരിക്കുകയാണ്. മോഹൻലാൽ ഒന്നും അറിയാത്ത സിനിമയിൽ അഭിനയിച്ചു പോയി. മോഹൻലാൽ ഒരു പഞ്ച പാവമാണ്. മോഹൻലാൽ ഒന്നും അറിയില്ല സിനിമയെക്കുറിച്ച്. അദ്ദേഹം സിനിമ ലാസ്റ്റാണ് കണ്ടത്. അതിന് മുമ്പൊന്നും അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. മേജർ രവി ഒക്കെ കണ്ടല്ലേ. മേജർ രവി ആദ്യമൊക്കെ സിനിമ വലിയ പൊക്കിയടിച്ചു, പിന്നീട് സിനിമയുടെ വിവാദം വന്നപ്പോൾ നേരെ തിരിച്ച് പറയുന്നു. സിനിമ ഹാൻഡിലുകൾ എപ്പോഴും അങ്ങനെയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ സിനിമ വന്നാൽ മോഹൻലാൽ എന്താ പൊട്ടറാണോ? ഈ സിനിമയൊന്നും കാണാതെയാണോ സിനിമയിൽ ഇറങ്ങി? സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാനാണോ നേരെ സിനിമയിലേക്ക് കയറി കൊടുത്തതെന്ന് മലയാളികൾക്ക് തോന്നിയേക്കാം. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഘപരിവാർ ഹാൻഡിലുകൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളാണ്. അപ്പോൾ മോഹൻലാലിനെ കുറ്റം പറയാൻ അവർക്ക് പറ്റില്ല. പൃഥ്വിരാജിന് ശക്തമായ നിലപാടുകൾ, പൃഥ്വിരാജ് പല വിഷയത്തിലും, ലക്ഷദ്വീപ് വിഷയത്തിലടക്കം പൃഥ്വിരാജ് വളരെ ശക്തമായ പൊളിറ്റിക്കൽ നിലപാട് പറയുന്ന ആളാണ്. പൃഥ്വിരാജിനെതിരെ പറയാനാണ് സംഘപരിവാർക്ക് താല്പര്യം. മിക്കവാറും സംഘപരിവാർ ഹാൻഡിലുകൾ മുഴുവൻ, അതായത് ഒരു BJP അനുകൂലമായി പറയുന്നവരെല്ലാം പൃഥ്വിരാജ് മോഹൻലാലിനെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. സത്യസന്ധമായി നമുക്കിത് വിലയിരുത്തിയാൽ ഇതൊരു സിനിമയാണ്. ഇതിൻ്റെ എഴുത്തുകാരൻ മുരളി ഗോപിയാണ്. ആ മുരളി ഗോപിയാണ് ശരി ഇതിന് പറയുന്നുണ്ടെങ്കിൽ കുറ്റം പറയുന്നത്. പിന്നീട് അത് ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ്, പിന്നെ അഭിനയിച്ച മോഹൻലാൽ, 3 പേർക്കും ഒരുപോലെ പങ്കുണ്ട്. ഇതിലാരും ആ രീതിയിൽ മാറ്റി നിർത്തപ്പെടേണ്ടല്ല. പക്ഷേ ഇത്തരം സിനിമകൾ ആർക്ക് വേണമെങ്കിൽ അഭിനയിക്കാമല്ലോ. ആർക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം, ആർക്ക് വേണമെങ്കിൽ എഴുതാം, ആർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. സിനിമകൾക്കെല്ലാം ഉണ്ട്. പൊളിറ്റിക്കലായ സിനിമകൾ അതിൻ്റെ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോസിറ്റീവായിട്ട് വേണം പ്രത്യേകിച്ച് എടുക്കാം. മലയാളത്തിൽ പ്രത്യേകിച്ച് അത്തരം പൊളിറ്റിക്കൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളെ വളരെ സ്വാഗതത്തോടെ ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം വിവാദം ഉണ്ടാക്കുന്നതിന് പോസിറ്റീവായിട്ടാണ് ഇപ്പം ഭവിച്ചിരിക്കുന്നത്. കട്ട് ചെയ്യാത്ത ഭാഗം കാണാൻ വേണ്ടി ആൾക്കാർ തിയേറ്ററിലേക്ക് അടിച്ച് കയറുകയാണ്. പിന്നെയും തിയേറ്ററിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാകും. 200 കോടിയിലേക്ക് എമ്പുരാൻ എത്തി എന്ന വാർത്തയാണ് കേൾക്കുന്നത്. മലയാള സിനിമ 200 കോടി കാണുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അതിനിടയ്ക്ക് മല്ലിക സുകുമാരനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ റിപ്ലൈ, അതിനെതിരെ അദ്ദേഹം അവർ പറയുന്ന കാര്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് അനുകൂലിച്ച് മമ്മൂട്ടി മല്ലിക സുകുമാരനെ അനുകൂലിച്ചു, മെസ്സേജ് അയച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഏതായാലും ഈ പെരുന്നാൾ ദിനത്തിലടക്കം മലയാളികൾക്ക് പ്രത്യേകിച്ച് എമ്പുരാൻ വിവാദം കത്തി നിൽക്കുകയാണ്. ഇതിലൊരൊറ്റ ആംഗിളേ പറയേണ്ടത്, ഇതിൽ എല്ലാം അഭിനയിച്ചവരെല്ലാം ഈ സിനിമയിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടാകുന്നതിൻ്റെ ഭാഗം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മെയിൻ നടൻ മോഹൻലാലാണ്. മോഹൻലാൽ ആ സിനിമയിൽ ആ ഭാഗം കട്ട് ചെയ്യണം, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ഒരിക്കലും അങ്ങനെ ഒരു സീൻ വരില്ല. പക്ഷെ മോഹൻലാലിനെ പാവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മുഴുവൻ കുറ്റവും പൃഥ്വിരാജിന് മാത്രം, മുരളിഗോപിക്കും മോഹൻലാലിന് യാതൊരു കുറ്റവുമില്ല എന്ന രീതിയിൽ പറയുന്നതിന് പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശകലനം ചെയ്യുന്നതിൽ കൂടി പൊളിറ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മോഹൻലാലിനെ ഫേവറേബിളായ, മോഹൻലാലിനെ കുറ്റം പറയാൻ പറ്റില്ല. കേരളത്തിലെ BJPയോ മറ്റാളുകൾ മോഹൻലാലിനെ കുറ്റം പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് വലിയ ഫാൻസാണ്. അപ്പോൾ അതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. പൃഥ്വിരാജിനെതിരെ മാത്രമേ ആ രീതിയിൽ പറയാൻ പറ്റുള്ളൂ. പൃഥ്വിരാജ് എടുത്തൊരു ഡയറക്റ്റ് ചെയ്തൊരു സിനിമ, മോഹൻലാൽ അഭിനയിച്ച സിനിമ, മുരളി ഗോപി എഴുതിയ സിനിമ, ഈ സിനിമയിൽ എന്തെങ്കിലും കുറ്റമോ എന്തെങ്കിലും കാര്യങ്ങളോ കട്ട് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ മോഹൻലാലിൻ്റെ പ്രിവ്യൂ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും, ഇത് പറ്റില്ല, ഈ സീൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ പറ്റില്ല, ഇതിങ്ങനെയല്ല എടുക്കേണ്ടിയിരുന്നത്, ഇത് ഒരു വിഭാഗത്തിനെതിരാണ്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിനെതിരാണ്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു വിഭാഗത്തിനെതിരാണ്, അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസിന് ഇതെതിരാണ്, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയാമായിരുന്നു. മോഹൻലാൽ വെറും പഞ്ചപാവമായി മുഴുവൻ കുറ്റവും പൃഥ്വിരാജിൻ്റെ തലയ്ക്ക് ചേർത്ത് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മോഹൻലാൽ നേരിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പക്ഷേ മോഹൻലാലിൻ്റെ പേരിൽ വരാതെ എല്ലാ കുറ്റങ്ങളും പൃഥ്വിരാജിൻ്റെ പേരിലേക്ക് വരുന്നുണ്ട്. പൃഥ്വിരാജ് മാത്രമല്ല ഇതിൽ കുറ്റക്കാരൻ ഉണ്ടെങ്കിൽ, കുറ്റമൊന്നുമല്ല. മലയാള സിനിമയ്ക്ക് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് സത്യസന്ധമായി അവതരിപ്പിച്ചു. പക്ഷേ ഏറ്റവും നല്ല സീനുകൾ, ആ സിനിമയിൽ തന്നെ ആദ്യത്തെ സീനുകളാണ് ഏറ്റവും നല്ലത്, മികച്ച സീനുകളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ കണ്ടപ്പോൾ. പൊളിറ്റിക്കലാണ്, പക്ഷേ നമുക്കങ്ങനെ പൊളിറ്റിക്കൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ. അതിനങ്ങനെ ചിന്തിച്ച് വിലയിരുത്തുന്നവർക്ക് മാത്രമാണ്. പക്ഷേ കൃത്യമായി ഇത് ഏത് വിഭാഗമാണെന്ന് പറയുന്നതിൽ
പേരുകളൊക്കെ ഉപയോഗിച്ചതിലൊക്കെ തന്നെ കറക്റ്റ് ചെയ്ത വിഭാഗമാണെന്ന് മനസ്സിലാവും. ഇത്തരം വിമർശനങ്ങൾ ഏൽക്കാൻ തയ്യാറായിട്ട് വേണം അങ്ങനെ സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്. അല്ലാതെ സീനുകൾ കട്ട് ചെയ്യാൻ അവർ തന്നെ അനുകൂലമായി നിൽക്കുക എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഏതായാലും പ്രാഥമികമായി നമുക്ക് പറഞ്ഞാൽ ഇത്തരം വിവാദങ്ങൾ എമ്പുരാന് ഗുണപരമാവുകയാണ് ചെയ്യുന്നത്. അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? പൃഥ്വിരാജ് മാത്രമല്ല കുറ്റക്കാരൻ, മോഹൻലാലും അതേ കുറ്റം ചെയ്ത ആളാണ്, അതിൻ്റെ എഴുത്തുകാരനും അതേ, മുരളി ഗോപിയും അതേ കുറ്റം ചെയ്തതാണ്. ക്രൂശിക്കുന്നുണ്ടെങ്കിൽ 3 പേരെയും ഒരുപോലെ ക്രൂശിക്കുക, 3 പേരും ഇതിൽ ഒരുപോലെ കുറ്റക്കാരാണ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 3 പേരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതായത് മോഹൻലാൽ മാത്രം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല.